അപ്പോൾ നേരം വെളുത്തു എണീറ്റു ഫ്രഷായി. ഇനി ഇവിടെ പരിസരവും കാര്യമൊക്കെ നമുക്ക് പകൽ വെളിച്ചത്തിൽ ഒന്ന് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പൂളിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. 7 മണിയാണ് പൂളിൻ്റെ സമയം പറഞ്ഞത്. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ കുളിക്കാൻ. ഇതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി കണ്ട കാഴ്ചകൾ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിളികൾ കൂടെ കിളികളുണ്ട് കേട്ടോ കൂടിട്ടത്. ഇതൊക്കെ മാങ്ങ മരങ്ങളാണ് കേട്ടോ, മാവാണ്. ഏകദേശം ആളുകളൊക്കെ ഇവിടെ എത്തി. നമ്മളും പോയി റെഡിയായി വരട്ടെ. പക്ഷെ ഇറങ്ങി കേട്ടോ. നമ്മളെ ഫൈസൽ മാഷ് പോകണ്ട്. എല്ലാവരും ഇറങ്ങി കേട്ടോ. നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ്. ഇതൊക്കെ ഫുള്ളൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്ന കുളിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടുത്തെ പണിക്കാർക്ക് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ്. മാഷ്മാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, നാട്ടിലെ സദ്യ ഉണ്ടല്ലോ മാഷേ. അപ്പോൾ എന്തൊക്കെ എന്താ അറിയാം, ഫ്രൂട്ട്സ് ഉണ്ട്. എന്താ സാധനം? ഇഡലി ഇഡലി പലഹാരങ്ങളാണ്. ഈ ഗീമേ കഴിക്കട്ടെ. പൂളിൽ ചാടി ഞാൻ ട്രൗസർ ഉണങ്ങില്ല. അപ്പോൾ ഏതായാലും ഹെയർ ഡ്രയറൊക്കെ ഉണ്ടല്ലോ, ഉപയോഗിച്ചൊന്ന് ഉണക്കട്ടെ. അങ്ങനെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളെ റൂമിലൂടെ യാത്ര പോയാണ്. ഇവിടെ സാധനങ്ങളൊന്നും നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല, ഒന്നും മറന്നു വെച്ചിട്ടില്ലെന്ന് വിചാരിക്കാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ആനന്ദം റിസോർട്ട്. ഇവിടെ ബസ്സൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട്, ബസ്സിൽ കയറുന്നുണ്ട്. നമ്മളും അവരെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഗീർ സഫാരി അതിൻ്റെ എൻട്രൻസിലാണ്. ഇവിടെ നിന്ന് ഇവിടെ നമ്മളെ വണ്ടികളെ പാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവരുടെ വണ്ടിയിൽ വേണം നമുക്ക് പോകാൻ കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കവാടം. ഓക്കെ, ഗുജറാത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ഗീർ എന്ന് പറയുന്നത്. ഗീർ വനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നല്ല മൊത്തത്തിലുള്ള നമ്മുടെ സിംഹങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഏക വന്യജീവി
സങ്കേതം കൂടിയാണ് കേട്ടോ ഗീർ വനം. നമ്മുടെ വാഹനം അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ ധാരാളം സിംഹങ്ങളുടെ രൂപങ്ങൾ നിർമ്മിച്ച് വെച്ചതായിട്ട് കാണാൻ കഴിയും. ബാക്കിലായിട്ട് കാണുന്നതാണ് വാഹനങ്ങൾ നമുക്ക് സഞ്ചരിക്കാനുള്ള ഇവിടെ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഏതാ നമ്മളെ ബസ്? ഇതോ? ഇതാ കാണുന്ന ബസ്സുകളിലൊന്നും ഏതാ പറഞ്ഞില്ലല്ലോ. വാഹനങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേക രൂപത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നൊക്കെ കാണാൻ കഴിയും കേട്ടോ, സിംഹങ്ങളുടെ ഫോട്ടോകളൊക്കെ. ഒരു സഫാരി ഇവിടെ ആരംഭിക്കാൻ പോവാണ്. 2 ബസ്സുകളിലായിട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത് കേട്ടോ. ഇവരിവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് കാരണം ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ശബ്ദം ഉണ്ടായാൽ മൃഗങ്ങളൊന്നും കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു. യെസ്, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കാഴ്ചകൾ. 2 ഭാഗത്തും നല്ല രീതിയിൽ വിസിബിലിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ, ബസ്സാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ഇതാണ് ഗീർ വനത്തിൻ്റെ കാഴ്ചകൾ. 1965 ഗീർ വനം ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. സിംഹങ്ങൾ അധിവസിക്കുന്ന കാടാണിത്. അതുപോലെ ഇതിൽ പുലികളില്ല, പക്ഷേ ലെപ്പേഡുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. സിംഹങ്ങളും മറ്റു വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള കാടാണ് കേട്ടോ. ഗീർ വനങ്ങളാണ് കാണുന്നത് കേട്ടോ, ഗീർ വനങ്ങൾ. നമ്മൾ ഗീർ വനത്തിൽ ആദ്യം കണ്ട മൃഗങ്ങളാണ് കേട്ടോ, മാനുകൾ. ഒരുപാട് മാങ്കൂട്ടങ്ങൾ കണ്ടു കേട്ടോ. ഗീർ വനത്തിൽ എൻട്രി ചെയ്തിട്ടേ ഉള്ളൂ, കൂട്ടിന് ധാരാളം മാനുകൾ. അപ്പോൾ മാനുകൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് സിംഹങ്ങൾ ഇവിടെ എത്ര അടുത്തുണ്ടാവില്ല എന്ന് വിചാരിക്കുക, വിട്ടെവിടെങ്കിലായിരിക്കും. ഈ ഇത്തരത്തിലുള്ള ഒരുപാട് വന്യജീവികളും അതിൽ ഉപരിയായിട്ട് 300-ലധികം പക്ഷി വർഗ്ഗങ്ങളും ഈ ഒരു കാട്ടിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. ഇവിടെ മയിലിനെ കണ്ടോ? ഇവിടെ നോക്കിയാ ഇത്തരത്തിലുള്ള ചതുപ്പ് നിലയങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ. പൂർണ്ണമായിട്ട് പച്ചപ്പ് മാത്രമാണ്. ആ മരത്തിൻ്റെ തൊട്ടിൽ സിംഹത്തിന്റെ കാലാണ്, പക്ഷേ നീച്ചണില്ല. ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിലൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഗുജറാത്ത് എന്നുള്ള രീതിയിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തലുള്ളിക്കിടാൻ ഇവിടെ വേറെന്തോ വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തരത്തിൽ 300-ലധികം വെറൈറ്റി പക്ഷികൾ ഈ ഗീർ വനത്തിലുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അവിടെ അങ്ങനെയായിട്ട് സിംഹം ഉറങ്ങുന്നുണ്ട്. നേരത്തിനായിട്ട് നീച്ചില്ല. അങ്ങനെ നമ്മള് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷികളൊക്കെ പറന്ന് പോകുന്നത് കാണാൻ കഴിയും. മാനും മയിലും കണ്ട മാനുണ്ട്. കണ്ടോളി മയില് തോട്ടാണല്ലോ ഇത്. മയിലുകളാട്ടോ പൂർണ്ണമായിട്ടും. ഗീർ വനം 2 സിംഹത്തിനെയാണ് ഇതുവരെ കണ്ടത്. ഈ മുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ എന്തോ സിംഹങ്ങളൊക്കെ മൃഗശാലകളിൽ കാണുന്ന പോലെ ഒരു സെറ്റപ്പ് കാണുന്നില്ല. സിംഹങ്ങളുമായിട്ട് മല്ലര സിംഹങ്ങളോട് തിരിക്കാൻ കഴിയില്ല. എവിടെ മരത്തിന്റെ മേലെ മരത്തിന്റെ മേലെ പുള്ളി ചീറ്റ ചീറ്റ ഏതല്ലേ 25 ഉണ്ട് വലിയ നല്ല ഹൈറ്റുള്ള പുല്ലുകളാണ് കേട്ടോ. വണ്ടിക്ക് പോകാൻ മാത്രം ഇത്തരത്തിൽ പാതകൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. കൊടുമ്പനാണ്. വന്യജീവികൾ മാത്രം അധിവസിക്കുന്ന ഗീർവാനാണ് കേട്ടോ. നമ്മൾ ഗീർവാനത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങി വെച്ച് സിംഹങ്ങളെ കാര്യമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. 1-2 സിംഹങ്ങളെ കണ്ടിട്ടുള്ളൂ. പുലികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാന് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അങ്ങനെ കയറിയപ്പോൾ ഗീർവാനത്തിനുള്ളിലെ ഷോപ്പാണ്. ഫുള്ള് സിംഹം, സിംഹമുള്ളി ഷോപ്പാണ് കേട്ടോ. എല്ലാത്തിലും ഒരു സിംഹമയാണ്. ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സിംഹം. അവിടെ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നില്ല, എന്താണെന്നറിയില്ല. ഉള്ളിൽ കയറിയിട്ട് ഇഷ്ടമൊക്കെ. അപ്പോൾ അവിടെ ഗീർവാനത്തിൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടീഷർട്ടല്ല ഇതിൻ്റെ വില 850 രൂപയാണ് കേട്ടോ. ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് ഭയങ്കര റേറ്റാണ്. 1-2 സാധനങ്ങളൊക്കെ വാങ്ങി, എല്ലാവരും വാങ്ങിയിട്ടോ. ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് റേറ്റിന് യാതൊരു കുറവുമില്ല. പക്ഷേ ഇവിടെ വരുമ്പം ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം വാങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഗീർവാനത്തിലെ നമ്മൾ വണ്ടിയൊക്കെ കയറുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മൾ ഗീർവാനത്തിൽ നിന്നും യാത്രയൊക്കെ കഴിഞ്ഞു. ഒരുപാട് പുലികളെയും മാനുകളെയും സിംഹങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര സിംഹങ്ങളെ കണ്ടില്ല. എന്നാലും സിംഹങ്ങളുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഫുള്ള് പുലിക്കളി, ഓണത്തിനിറക്കാം. സിംഹത്തിൻ്റെ കളികളാണ് ഇത്. അപ്പോൾ നമ്മൾ ഗീർവാനത്തിൽ വന്യജീവികളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ പോർബന്തറിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ബസ്സിൽ കയറി പോർബന്തറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 3-3.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഓ, എത്ര ഇലക്കളില്ലേ. വണ്ടിയെ കുറിച്ച് കണ്ടപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സുന്ദർമാസ് മിഠായി ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു. നമ്മൾ അവിടെ പുറത്തുനിന്ന് ഉള്ളിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ വേറെ ടീമും ഉണ്ട്. ഗുജറാത്തികളായിട്ടുള്ള ആളുകൾ അപ്പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ കിച്ചണിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് ഇരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് അടുത്തായിരുന്നാലും എത്രയും പെട്ടെന്ന് സാധനം കിട്ടും. നമ്മൾ സ്റ്റേഷനിൽ എത്തി. ഉച്ചക്കും ചപ്പാത്തി തന്നെയാണ്. ഐറ്റംസൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് അവർ ചോറ് നിൽക്കുന്ന ആകെത്ര ചോറാണ് നിൽക്കുക. ഈ ഒരു പാത്രത്തിന് ആ ചോറ് കിട്ടും കേട്ടോ. ഇവിടെ എന്തോ ഒരു പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ എന്തോ ഉത്സവം കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട്. കണവന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പോർബന്തറിലാണ്. ഗാന്ധിജിയുടെ വീടും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത്തരത്തിൽ ഓട്ടോ പിടിച്ചിട്ട് വേണം പോവാൻ. ഇവിടുന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഗാന്ധിജിയുടെ വീടൊക്കെ നിൽക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഓവർനൈറ്റ് ജേണിയാണ്. അപ്പം ബസ്സിലെ ഡ്രൈവർമാർക്ക് ഉറങ്ങാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ബസ് ഇവിടെ സൈഡാക്കും. ഇനി നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. ഓക്കെ, ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും കുറച്ച് ആളുകളുടെ ബാത്റൂം സൗകര്യം യൂസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എല്ലാവരും എത്തിയാൽ നമ്മൾ ഉടനടി യാത്ര പുറപ്പെടും. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു. റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഭയങ്കര പൊടിയാണ് കാര്യം. പിന്നെ എല്ലാവരും ടൗലൊക്കെ കെട്ടി
കേട്ടോ. വൃത്തിഹീനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ നിസ്കരിക്കാനും വേണ്ടിയിട്ട് പോർബന്ദർ നഗരത്തിലെ ഒരു പള്ളിയുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ. നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ബിൽഡിങ്ങുകളും പള്ളികളൊക്കെ ചെറിയ രീതിയിലെങ്കിലും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ തെരുവിലൂടെ സഞ്ചരിച്ചിട്ട് കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഗാന്ധിജിയുടെ വീട് നിന്ന തെരുവാണിത്. ഗാന്ധിജി ജനിച്ച സ്ഥലം അതാണ് കീർത്തി മന്ദിർ കേട്ടോ. കടന്നു വന്നാൽ ഇതാകണം കേട്ടോ. ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഫാദറും മദറുമാണ് കേട്ടോ. ഗാന്ധിജിയുടെ വീടിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ ഇതൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പ്രൊഫസർ ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. കണ്ടാൽ ചൊറാക്കും. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ വീടിൻ്റെ 3 നിലകളിലായിട്ടാണ് വീടുള്ളത്. 3ാമത്തെ നിലയിലുള്ള കാഴ്ചയാണ് കേട്ടോ അതൊക്കെ. ഇതിൽ ചെറിയ കോണിപ്പടികൾ കയറിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കയറൊക്കെ ഉണ്ട്. 3ാമത്തെ നിലയാണ്. താഴത്തെ നിലകളിലൊക്കെ സെക്യൂരിറ്റികളുണ്ട്. അന്നത്തെ കാലത്ത് ഗാന്ധിജി നമുക്കറിയാം വളരെ ധനിക കുടുംബത്തിലായിരുന്നു ജനിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഉള്ളതിന് ഏറ്റവും എല്ലാവിധ സെറ്റപ്പുള്ള ഒരു വീടാണ് കേട്ടത്. അങ്ങനെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് എന്ന് പറഞ്ഞാണ്ട് സംഭവമുണ്ട്. വെള്ളത്തിൻ്റെ ഒന്നും പരിപാടിയാണിത്. നമ്മളെ മാഷന്മാരൊക്കെ മുകളിലുണ്ട് കേട്ടോ. 5 റുപ്യ ചായ ഇതിനുള്ളിലുണ്ട്. ചായ കച്ചവടമൊക്കെ കൂടെ നിൽക്കാം. താങ്ക് യു. കുറച്ചുകൂടെ വന്നാൽ ഇവിടെ കസ്തൂർബ ഗാന്ധി മെമ്മോറിയൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് ഇവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ ഇവിടെ ഉള്ളത് പണ്ടത്തെ കാലത്തെ ഗാന്ധിജി ഉപയോഗിച്ച സാധനങ്ങളും അന്നത്തെ കുറച്ച് പഴയ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഗാന്ധിജി കൊൽക്കത്തയിൽ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. ഗാന്ധിജിയുടെ പിന്നെ ഫാദർ, മദർ, സിസ്റ്റേഴ്സ് അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഗാന്ധിജി മരിച്ചു പോകുന്ന ആ ഒരു സമയത്തെ ഫോട്ടോ.
ഇതെന്താണ് നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ ചിത്രങ്ങളും എന്താണ്, ഏത് സമയത്ത് ഏത് സന്ദർഭത്തിൽ എടുത്തിട്ടുള്ളതാണ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള പ്രധാന നീക്കങ്ങൾ, മുന്നേറ്റങ്ങൾ, സമരങ്ങൾ, പ്രധാന നേതാക്കളുമായിട്ട് മീറ്റ് ചെയ്ത അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള വളരെ അപൂർവമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുജറാത്തിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജി ജനിച്ച വീടുള്ള തെരുവാണ്. ഇതിന് വലുതൊന്നും പറയാനില്ല. ഗാന്ധിജിയുടെ വീടിൻ്റെ തെരുവിൻ്റെ മുമ്പിലെ അവസ്ഥ ഇതുണ്ടോ കേട്ടോ. ഇവിടെ നിറച്ച് പശുക്കൾ. ഈ ചുവപ്പ് കാണുന്നതാണ് ഗാന്ധിജിയുടെ വീട്. ഈ തെരുവിൻ്റെ അവസ്ഥയാണ് നമ്മൾ. ഇതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. ഇതാണ് ഗാന്ധിജിയുടെ വീട് കേട്ടോ. ഗാന്ധിയുടെ വീടും പരിസരവും നിൽക്കുന്ന തെരുവിലെ കാഴ്ചകളാണുള്ളത്. ഇങ്ങനെ നമ്മൾ നേരെ എത്തുന്നത് ഇവിടുത്തെ ഒരു ബീച്ചിലേക്കാണ്. ഇവിടുത്തെ ബീച്ചിലേക്കാണ് നേരെ പോകുന്നത്. ബീച്ചിൽ ഒന്ന് ഇറങ്ങിയ സമയത്ത് ഇവിടെ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചാൽ കേട്ടോ. പക്ഷികൾ, പ്രാവുണ്ട്. ഇതെന്ത് കിളിയാണാവോ? ഇതിവിടെ അന്നദാനാണോ സംശയം. ഓ, നിലത്തൊന്നും നോക്കാൻ പറ്റും. വെറൈറ്റി കിളികൾ. കൊക്കാണിത്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടമാനം പ്രാവുകൾ. അങ്ങോട്ട് കണ്ടമാനുണ്ട്. ഇത് സാധനം ഓ, പലഹാരമാണല്ലോ കൊടുക്കണേ. ഇത് ഇവരുടെ ഒരു വിശ്വാസത്തിന് പ്രകാരം കൊടുക്കുന്നതാണ്. ഇവിടെ കട ഉണ്ട്, പലഹാരങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ധാന്യങ്ങളൊക്കെയാണ്. നേർച്ചയാണ് അല്ലേ. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും പോർബന്ദർ കടപ്പുറത്ത് ഇരിക്കുകയാണ്. ഇവിടെ കല്ലാണ്. മണല് കുറച്ച് താഴേക്ക് ആയിട്ടാണ്. മണല് കാണില്ല, ഇതൊക്കെ കല്ല. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പോർബന്ദർ ബീച്ചിലാണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഈ ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, മാരൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ കുറിച്ചുള്ള പാട്ടാണ് പാടുന്നത്. ഈ കാറ്റുകൊണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്ന് അറിയില്ല കേട്ടോ. കൊച്ചു കേരളം കച്ചവടത്തിനയച്ച് നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു കൈ പിടിച്ചണോ കഴിഞ്ഞ് റസൂലുള്ള വന്ന് കല്യാണാലോചനയ്ക്കായി
വായിക്കുന്ന നാടിൻ്റെ മധുഹൂറും കിസ്സ പറഞ്ഞാട്ടേ. മീന വേണമാ, മീന വെക്കണ മീര വേണമാ. അങ്ങനെ ഞങ്ങൾ പോർബന്തറിലെ ഗാന്ധിയുടെ വീടും അതുപോലെ പോർബന്തർ ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ബസ് നിർത്തിയിട്ടിരുന്ന പാർക്കിങ്ങിലേക്ക് തിരിച്ചെത്തി. ഇനി ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഉടനടി പുനരാരംഭിക്കും. പിന്നെ നമ്മൾ വഡോദരയിലേക്കുള്ള യാത്രാമധ്യേ നമ്മളൊരു കടയിൽ നിർത്തിയതാണ്. കരണ്ടും പോയി, നല്ല മട്ടം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പെട്ടെന്ന് കാലാവസ്ഥ ആകെ മാറി, നല്ല മഴ പെയ്ത് തുടങ്ങി കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവരും വണ്ടിയിൽ കയറി. നിസ്കരിക്കാൻ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാഷന്മാരൊക്കെ ബസ്സിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ യാത്ര പുലർച്ചെ 4 മണി ആയിട്ടും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഗുജറാത്തിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ റോഡുകൾ അവിടെയും ഇവിടെയായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒത്തിരി പ്രത്യേകത എന്ന് പറയുന്നത് നബിദിനാണ്. അപ്പം ബസ്സിൽ വെച്ച് മൗലൂദും മറ്റ് പരിപാടികളൊക്കെ ഉണ്ട് എന്നാണ് മാഷ്മാർ പറഞ്ഞത്. ഏതായാലും നിമിഷങ്ങളോളം അതും ആരംഭിക്കും. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. നമ്മൾ നബിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മൗലൂദ് ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ ശബ്ദത്തിലൊന്നല്ല ചെല്ലുന്നത്, അതൊക്കെയാണ് എല്ലാവരും ചെല്ലുന്നത് കേട്ടോ. പുറത്തു പോയും ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് കേട്ടോ. പള്ളിയൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ അല്ല അപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കെ മുഹമ്മദ് മാഷി വെള്ളം ഇല്ലാതെ മണ്ണില്ലാതെ എങ്ങനെ തയമം ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിനും കൂടി ആയതുകൊണ്ട് സുബഹി നിസ്കാരം കളാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ രാവിലെ 7 മണിയോടുകൂടി വഡോദര നഗരത്തിലെത്തി. ഇനി ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫ്രഷപ്പായിട്ട് വേണം നമുക്ക് 9 മണി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. ഇവിടുത്തെ കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം, ഇവിടുത്തെ പട്ടേൽ പ്രതിമ അടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമ്മൾ സൂറത്തിലേക്ക് യാത്ര തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളെ ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ അവിസ്ത. രാവിലെ തന്നെ ഇന്നലെ നമ്മൾ യാത്ര തിരിച്ചത് മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴയൊക്കെ പാറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി. ടീച്ചേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഗുജറാത്തി പത്രം നോക്കുന്ന മാസം കേട്ടോ. വിവിധ രാജ്യങ്ങളിലെ ടൈം കൊണ്ട് വെക്കണം. നമ്മൾ വഡോദരയിൽ കാണാൻ പോകുന്ന ഇവിടെ ഹോട്ടലിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതിൽ സ്വാഭാവികമായിട്ടും പട്ടേൽ പ്രതിമ ഇത് കാണുന്നുണ്ട്. അതോടൊപ്പം പിന്നെ നമ്മൾ കാണുന്നത് ലക്ഷ്മി വിലാസ് പാലസ് ആണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറിയ മ്യൂസിയങ്ങളും ഗാർഡനുകളും ഒക്കെ അങ്ങനത്തെ ഒക്കെയാണ്. ഓക്കെ, അപ്പം വഡോദരയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 സംഭവങ്ങളാണ് ലക്ഷ്മി വിലാസ് പാലസും അതുപോലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഓക്കെ,
ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ സന്ദർശിക്കാൻ പോകുന്നത്. ഒരുപടിയും ബെഡ് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. നമ്മളെ റൂം